എല്ലാ ദിവസവും നമ്മൾ കണ്ണ് തുറക്കുന്നത് മുതൽ ഓരോരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ടും അതിനെ സോൾവ് ചെയ്തും അതിനെ തരണം ചെയ്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാധാരണക്കാരായ ബിസിനസ്സുകാരും ചെയ്യുന്നത്. അത് പല തരത്തിലാവാം നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത്. ചതിയാവാം, അതേപോലെ തന്നെ മഹാമാരിയായേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ആവാം. ഇങ്ങനെയൊക്കെ വരുന്നതിനാണ് നമ്മൾ ഒരു സൊല്യൂഷനായി ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വേണം എന്ന് പറയുന്നു. അത് പലതരത്തിലാവാം. നമ്മുടെ ബിസിനസ്സിൽ പെട്ടെന്നൊരു ദിവസം ഓണറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ടീം എന്ത് ചെയ്യും? അതേപോലെ തന്നെ നമ്മുടെ ടീമിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? നമ്മുടെ ഓണർ അല്ലെങ്കിൽ CEO കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത കോർ അത്രയും കണക്ഷനായിട്ടുള്ള 2-3 ആൾക്കാരുണ്ടാവും. ആ ഓണറിന് ശേഷം ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യും? അപ്പോൾ അതിനൊക്കെയുള്ള വ്യക്തമായ ഓരോ ഹയറാർക്കിയുടെയും ആരുടെ ആബ്സെൻസിൽ അടുത്ത ആൾ കയറി എങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന തീരുമാനങ്ങൾ നമ്മൾ മുമ്പേ എടുത്തു വെച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എന്ത് പ്രതിസന്ധികൾ തന്നെ വരികയാണെങ്കിലും നമ്മൾക്കതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഒരു ഡിസിഷൻ മേക്കർ ഇല്ലാതായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ത് എന്ന് അറിയാതെ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് നമ്മൾക്ക് പിന്തിരിഞ്ഞോടേണ്ടി വരുന്നത്.